എൻ്റെ പേര് ജയലക്ഷ്മി, സ്ഥലം കൊല്ലം. ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 10 ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഉടമ്പടിയിലാണ് ഞങ്ങളെല്ലാവരും ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയത്. ആ ടൈമിൽ ഞാൻ വീട്ടിലില്ലായിരുന്നു, കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ നിന്ന് ജോലി എനിക്ക് അത്ര ഇഷ്ടമായില്ലായിരുന്നു. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിലേക്ക് വരുന്ന ടൈമിൽ എയർലൈൻ്റെ ഒരു വേക്കൻസി ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്ന ടൈമിലാണ് ഞാൻ വീട്ടിൽ വന്നത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നമുക്കിവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി ഒരു പ്ലാനിങ്ങും ഇല്ലാത്തതുകൊണ്ട് മാതാവ് എന്നെ ഉടമ്പടി എടുപ്പിച്ചിട്ട് തന്നെയാണ് വിട്ടത്. കാരണം നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതല്ലാണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയോ ഇതിനെപ്പറ്റിയുള്ള അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ജോസഫ് അച്ഛനെ കാണണമെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. പക്ഷെ അങ്ങനെ രാവിലെ തൊട്ട് ഉച്ച വരെ നിന്നിട്ട് ഉച്ചയ്ക്ക് ഒരു മിറക്കിൾ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കും. പക്ഷേ കറക്റ്റായിട്ടുള്ള രീതിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. സാക്ഷ്യങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് കേൾക്കാറില്ല, ബൈബിൾ വായിക്കാറില്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഫൈനൽ റൗണ്ട് വരെ പോയിട്ട് ചെറിയൊരു സ്കാറിൻ്റെ പേരിൽ ഞാൻ ഫെയിലായിപ്പോയി. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം വന്നു. ഞാനതൊരു മാതാവിനോട് ചോദിച്ചു, മാതാവ് ഇവിടെ എപ്പോഴും സാക്ഷ്യത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിനെല്ലാം പാസ്സാവുന്നൊക്കെ, എന്നിട്ട് എനിക്ക് എന്താ പറ്റാഞ്ഞ ചെറിയൊരു മാർക്കിൻ്റെ പേരിലല്ലേ, അത് ജസ്റ്റ് കണ്ണടച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പം മാതാവ് തന്നെ എനിക്കൊരു ഉൾവിളി തന്നു. കാരണം നീ എന്തിനാണ് മാതാവിനെ പഠിക്കുന്നത്, സ്വന്തം കുറവുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അപ്പം ആ ടൈമിൽ ഞാൻ സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ ബൈബിൾ വായിക്കത്തില്ല, സാക്ഷ്യം കേൾക്കത്തില്ല, ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യത്തില്ല, പത്രം തന്നെ നോർമലായിട്ട് കൊടുക്കും, ആ ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ വളരാനുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ മാതാവിനോട് തന്നെ പറഞ്ഞു, എന്താണ്, ഇപ്പം മാതാവിന് എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം. എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒരു രീതിയിലും കടം വാങ്ങിക്കുന്നതോ ലോൺ എടുക്കുന്നതോ ഒന്നും എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ ഒരു ഏണിങ്സിൽ വെച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം ഇനി എന്ത് ജോലിയാണെങ്കിലും ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കടം വാങ്ങിക്കുന്ന രീതിയിലൊന്നും ആവരുത്. മാതാവ് എനിക്ക് വേണ്ടിയിട്ട് വിധിച്ചത് എത്ര ലേറ്റ് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിപ്പം മുന്നോട്ട് പോകാൻ വേണ്ടി നോർമലായിട്ടൊരു ജോലി വേണമെന്ന് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 29 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് 4 വർഷത്തിൽ ഒരിക്കലേ ബർത്ത്ഡേ ഉള്ളൂ. അതിന് മുന്നേ എനിക്കൊരു ജോലി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാനേ മറന്നുപോയി. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് ഇൻ്റർവ്യൂ വന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിൽ സെയിൽസ് ടീലായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ കയറി. അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. എങ്കിൽ പോലും എനിക്ക് രാവിലെയും വൈകുന്നേരവും കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാനാണെങ്കിലും ജപമാല ചൊല്ലാനാണെങ്കിലും ബൈബിൾ വായിക്കാനാണെങ്കിലും എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിലൂടെ തന്നെ ഒരുപാട് മിറക്കിൾസ് പറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആയതുകൊണ്ട് മൂവ് ആവത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഫസ്റ്റ് ഡ്യൂട്ടിക്ക് കയറിയ ഉടനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് കയറാറുള്ളൂ. അപ്പം എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യും. ആ ഒരു രീതിയിൽ എൻ്റെ മാതാവ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൊളീഗ്സ് ഇങ്ങനെ പറഞ്ഞു, മാനേജ്മെൻറ്റ് അത്ര ശരിയല്ല, നീ ഇത്രയും പ്രാർത്ഥിക്കുന്നതൊക്കെ അല്ല, അപ്പോൾ നീ ഇവിടെ നിൽക്കേണ്ടതല്ല, വേറെ നോക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തുടങ്ങിയപ്പോൾ മാനേജ്മെൻറ്റ് ശരിയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് പറഞ്ഞു കുഴപ്പമില്ല, നീ റിസൈൻ ചെയ്യ്. ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും എനിക്ക്. അപ്പം റിസൈൻ ചെയ്യ്, എന്നിട്ട് ഒരു 1 മന്ത് നോട്ടീസ് പീരീഡ് അറ്റൻഡ് ചെയ്യുക, അപ്പോഴത്തേക്ക് ഞാൻ വേറെ ജോലി റെഡിയാക്കി തരാം എന്നുള്ള രീതി എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെ നോട്ടീസ് പീരീഡ് അറ്റൻഡ് ചെയ്തു. ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവർ സാലറി തന്നില്ല. ഞാൻ 1 മന്ത് നൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്തത്. അപ്പം സാലറി തരാണ്ട് അവർ ഞാൻ ഒരുപാട് കോൺടാക്ട് ചെയ്തു, മെസ്സേജ് അയച്ചു, അവർ യാതൊരു റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നില്ല. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ച് മാതാവിനോട് പറഞ്ഞു. അപ്പോൾ മാതാവ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു. ഞാനത് മെസ്സേജ് അയച്ചപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ സീൽ ചെയ്ത് എനിക്ക് റിപ്ലൈ തന്നു. ഒരു ഡേറ്റ് തന്നിട്ട് ഞാൻ അവിടെ ചെന്ന് സാലറി വാങ്ങിച്ചപ്പം എനിക്കറിയത്തില്ല, കവറിലിട്ട് എനിക്ക് തരുമായിരുന്നു ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന നമുക്ക്. നോർമലായിട്ട് ആ കമ്പനീൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സ്റ്റാഫ് ഇറങ്ങി പോയാലും അവർക്ക് ക്ലിയറൻസോ സാലറിയോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുക്കാറില്ല. പക്ഷേ അതിൽ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ് ഞാൻ എൻ്റെ ഒരു +2 ടൈം തൊട്ടേ ആഗ്രഹിച്ചായിരുന്നു എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യണമെന്ന്. കുഞ്ഞിലെ തൊട്ടേ ഞാൻ 2 വീലർ ഓടിക്കുമായിരുന്നു. പക്ഷേ കാർ ഓടിക്കാനുള്ളൊരു സാഹചര്യം വന്നില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ കയറിയ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, മാതാവ് തന്നെ എല്ലാം ചെയ്യുന്നതെന്ന് വെച്ചിട്ട്. എന്നിട്ട് ക്ലാസ്സിനെല്ലാം പോയി നല്ല രീതിയിൽ ഓടിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ടൈം ആയപ്പോൾ ഞാനും എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചു, എനിക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാം, അതുകൊണ്ട് ഈസി ആയിട്ട് പാസ്സാവും എന്നുള്ള രീതിയിൽ ടെസ്റ്റിന് പോയപ്പോൾ ഞാനും വിചാരിച്ച ടൈമിൽ നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ടിരുന്നിട്ട് പോലും വണ്ടി ഓഫായി പോയി. ഞാൻ അവിടുന്ന് വണ്ടി ഓണാക്കിയിട്ട് എടുത്താൽ മതി എങ്കിൽ പോലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുത്. അവിടെ ഇരുന്ന് സാറ് പോലും പാവമായിരുന്നു. സാറ് എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇറങ്ങി വന്നതെന്ന്. പക്ഷേ എനിക്കറിയത്തില്ല, മാതാവായിട്ട് എന്നെ തോന്നിച്ചു ഇറങ്ങി വന്നു. അപ്പോൾ മാതാവായിട്ട് തന്നെ എൻ്റെ ഉള്ളിൽ തോന്നിച്ചു, നീ ഒരു സമയം 1 മിനിറ്റ് മെറിറ്റിൽ വിശ്വസിച്ചതുകൊണ്ടാണ് നിനക്കത് കിട്ടാഞ്ഞതെന്ന്. അന്ന് എന്നെ അത് പിന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അന്ന് ട്രയൽ എടുത്തപ്പോൾ പോലും കമ്പി തട്ടിയിട്ട ചേച്ചി പോലും പാസ്സായി, ഞാൻ പാസ്സായില്ല. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ജോലിക്ക് തിരിച്ച് കയറി. അടുത്ത ഡേറ്റ് എടുത്തപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അതിൻ്റെ അടുത്ത ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്കിവിടെ ഉടമ്പടി പുതുക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ മാതാവ് തന്നെ എനിക്ക് അറിയിച്ചു തരുവാണ്, ഞാൻ അവിടെ പോയിട്ട് പാസ്സായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി പുതുക്കണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ മെറിറ്റിൽ യാതൊരു രീതിയിൽ ഞാൻ വിശ്വസിച്ചില്ല. പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിന് പകരം ആൾക്കാർ എന്നെ കളിയാക്കി, അവിടെ നിന്ന് ചെന്നിട്ട് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇറങ്ങി ഒന്ന് വന്ന് കളയരുത്, നല്ല രീതി എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോഴും
ഞാൻ ചിരിച്ചു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് നല്ല രീതിയിലെടുത്ത് എച്ച് കഴിഞ്ഞ് റോഡിന് പോയപ്പോഴത്തേക്ക് നല്ല ടെററായിട്ടൊരു സാറായിരുന്നു. അതുമല്ല അതിന് മുന്നേ വന്ന ചേട്ടന്മാരെയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഇപ്പോൾ ഞാൻ എന്തോ ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിട്ട് ഓടിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കയറിയപ്പോൾ അതിന് മുന്നേ കയറിയ ചേച്ചി ഒരുപാട് വഴക്ക് പറയുന്നത് ഞാൻ കാണുകയും ചെയ്തു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കയറി അത് നമ്മുടെ ഉപ്പ് സീറ്റിലിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി സാറിൻ്റെ അടുത്ത് പേരും പറഞ്ഞ് ചിരിച്ച് ഓടിക്കാൻ തുടങ്ങി. ആ സാർ എൻ്റെ അടുത്ത് ഒരു അക്ഷരം പോലും അതിനുശേഷം സംസാരിച്ചില്ല. ഒതുക്കാൻ മാത്രമേ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. അങ്ങനെ അതിൽ നിന്നും മാതാവ് എന്നെ രക്ഷിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായി. അപ്പോൾ മാതാവ് പറഞ്ഞായിരുന്നല്ലോ ഞാൻ അവിടെ നിന്ന് ട്രിവാൻഡ്രം ഇറങ്ങിയാൽ എനിക്ക് വേറെ ജോലി തരാമെന്ന്. അത്ഭുതം പോലെ അന്ന് ടെസ്റ്റിന് പോയതിൻ്റെ രാവിലെ 5:30 ആയപ്പോൾ തന്നെ ഞാൻ 2 മാസത്തിന് മുന്നേ ചോദിച്ചിരുന്ന വേക്കൻസി സാറ് ഞാൻ സെലക്ട് ആയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അയച്ചു. അതൊരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം ചെയ്താൽ മതി. രാവിലെ 4 മണി തൊട്ട് 1 മണി വരെയാണ് ഡ്യൂട്ടി ടൈം പറഞ്ഞത്. അപ്പോൾ സാറ് പറഞ്ഞ് 5 മണി തൊട്ട് 1 മണി വരെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 5:30 തൊട്ട് 6 മണി വരെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, 6 മണി തൊട്ട് 1 മണി വരെ പ്രാർത്ഥിച്ചാൽ മതി. അത്രയും നല്ല രീതി മാതാവ് തന്നെ എനിക്ക് തന്നൊരു ജോലി. അതുമല്ല കമ്പനി തന്നെ ലാപ്ടോപ്പും ഇത്രയും നല്ലൊരു സാലറിയും കാര്യങ്ങളും വൈഫൈ പോലും അവർ തന്നെ ചാർജ് ചെയ്യുന്നത്. അപ്പം അത്രയും നല്ല രീതിയിലൊരു ജോലി തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതാകുമ്പോൾ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, എങ്ങോട്ടേക്കും പോകേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പോൾ കൂളായിട്ട് ജോലി. അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കറിയത്തില്ല, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ആ ജോലി കിട്ടി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഇത് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ നിന്ന് മാതാവ് പറയുന്നില്ല, നീ അത് സാക്ഷ്യം പറയുന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്കൊരു 2 മനസ്സായതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം പുതുക്കുമ്പോഴത്തേക്ക് പറയാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ മാതാവിനോട് തന്നെ ചോദിക്കും, മാതാവ് ഇതാണോ ഞാൻ പറയേണ്ടുള്ളത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ സമയത്താണ് എൻ്റെ ഒരു ആൻറ്റിയുടെ മോള് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം 6 മാസമായി. 6 മാസം വരെയും ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു കുഞ്ഞിന് ജനറ്റിക് പരമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ തൊട്ട് അവർ മൊത്തത്തിൽ പോയി. അപ്പം പക്ഷേ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ 3 മാസത്തിന് മുന്നേ ഉള്ളൊരു സാക്ഷ്യം തപ്പി കണ്ടുപിടിച്ച് അയച്ചു കൊടുത്തു. എന്നിട്ട് പോലും അവർക്ക് സമാധാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വേറെ എന്ത് രോഗമാണെങ്കിലും പുറത്ത് വന്നിട്ട് ചികിത്സ റെഡിയാക്കാൻ പറ്റും. പക്ഷേ ഒരു ജനറ്റിക് പരമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാലും ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നതും വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ഞാൻ ആൻറ്റിക്ക് അയച്ചു കൊടുത്ത്. അത് കറക്റ്റായിട്ട് രാവിലെ വൈകുന്നേരത്തെ എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യത്തെ ടെസ്റ്റിൽ പിന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിലും പിന്നെയും ജനറ്റിക് ഇഷ്യൂ ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം അവർ പറഞ്ഞു ഇതിനൊക്കെ ലാസ്റ്റായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, അത് അമൃതയിൽ കൊണ്ടുപോകണം ടെസ്റ്റ് ചെയ്യാനുള്ളത്, അതിൻ്റെ അപ്പുറം വേറൊരു ടെസ്റ്റ് ഇല്ല. അപ്പോൾ ഇതിനകത്ത് എന്ത് റിസൾട്ട് വന്നാലും അത് അങ്ങനെ തന്നെയാണ്, പിന്നെ അതിനുശേഷം വേറെ ടെസ്റ്റ് ചെയ്യാൻ പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക, ഒരു കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ മോളാണ്, എന്നെ ആരുടെ മുന്നിലും തല ഉനിക്കാൻ ഇടവരുത്തരുത്, എന്നെ വിശ്വസിച്ചിട്ടാണ് അവർ മാതാവിനെ പ്രാർത്ഥിച്ചത്. അതോടൊപ്പം തന്നെ മാതാവ് ഇത് ഒരു ജനറ്റിക് ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്ന് തെളിയിച്ച് തരുവാണെങ്കിൽ ആൻറ്റീനെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കും. അതേപോലെ തന്നെ കുഞ്ഞായതിനു ശേഷം ചേച്ചീനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കുമെന്ന് ഞാൻ നേർച്ച നേർന്നായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അങ്ങനെ ടെസ്റ്റിന് പോയ ടൈമിൽ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുവാണ്. ടെസ്റ്റ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്ന് ആൻറ്റി എന്നെ വിളിച്ച് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഈ മാതാവേ ഇനിയിപ്പോൾ ഞാൻ പിന്നെയും വിചാരിച്ച് റിസൾട്ട് പിന്നെയും നെഗറ്റീവ് ആയെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഡോക്ടർ തന്നെ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞിന് ജനറ്റിക് പരമായിട്ട് യാതൊരു ഇഷ്യൂ ഇല്ല, ഒന്നുമില്ല, ഇത്രയും